വീണയ്ക്ക് ഒരു രഹസ്യ കമ്പനി കൂടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എക്സാലോജിക്കിന് പുറമെ മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്നാണ് ED വൃത്തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വീണ അതിൽ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല, മറിച്ച് വീണ അതിലൊരു പാർട്ണറാണ്, ഒരു സാമ്പത്തിക പാർട്ണറാണ്. വീണ മുടക്കിയത് ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപയാണെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ആ രഹസ്യ കമ്പനിയുടെ പേര് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ്. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ വിശദാംശങ്ങളാണ് ED ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. EDയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ വീണയ്ക്ക് പാർട്ണർഷിപ്പ് ഉണ്ട്. ആ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ 15,57,414 രൂപയുള്ള അക്കൗണ്ട് ED ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൽ വീണയുടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്നാണ് ED പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം സെക്ഷൻ 17(1)A പ്രകാരമാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെതിരായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പുറം ലോകം അറിഞ്ഞിരുന്നത്, വീണയ്ക്ക് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ സേവനമാണ് ശശിധരൻ കർത്തയുടെ CMRLന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നായിരുന്നല്ലോ വാർത്ത. എന്നാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വീണയ്ക്ക് മറ്റൊരു രഹസ്യ കമ്പനിയിൽ പാർട്ണർഷിപ്പ് ഉണ്ട്, അതായത് പങ്കാളിത്തമുണ്ട്, സാമ്പത്തിക പങ്കാളിത്തമുണ്ട്. ആ കമ്പനിയുടെ പേര് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ആണ്. ആ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ED നടത്തിക്കഴിഞ്ഞു. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് ലഭിക്കുന്നത് ആദ്യ റെയ്ഡിൽ തന്നെയാണ്. അതായത് മെയ് 27-ാം തീയതി ബേക്കർ ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിലാണല്ലോ അന്ന് റെയ്ഡ് നടത്തിയത് ED. ആ റെയ്ഡിലാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ EDക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിന്റെ പുറത്തുവിടുന്നത് ഇന്നാണെന്ന് മാത്രം, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഇന്നാണെന്ന് മാത്രം. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി നടന്നിട്ടുണ്ടല്ലോ. അതായത് ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നു. 2024 ഏപ്രിൽ 14-ാം തീയതി ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴി കൂടി പുറത്തു വന്ന ദിവസമാണിന്ന്. അന്ന് ശശിധരൻ കർത്ത നൽകിയിട്ടുള്ള മൊഴി CMRL എന്ന് പറയുന്ന തന്റെ സ്വന്തം കമ്പനിക്ക് പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയന്റെ എക്സാലോജിക്ക് ഒരു തരത്തിലെ സേവനവും നൽകിയിട്ടില്ല എന്നാണ്. വീണ പറഞ്ഞ എന്താണ്? CMRL എക്സാലോജിക്കിന് 2,78,00,000 രൂപയുടെ സേവനങ്ങൾ നൽകിയെന്നാണ്. എന്നാൽ ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നതോടുകൂടി വീണയുടെ ഈ വാദങ്ങൾ പൂർണ്ണമായും കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ശശിധരൻ കർത്ത ഈ മൊഴിയിൽ പറയുന്നതാണ്? മൊഴിയിൽ പറയുന്നത് പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിൽ വീണയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ CMRLന് വേണ്ടി വീണയുടെ എക്സാലോജിക് കമ്പനിയിൽ നിന്നും ഒരു തരത്തിലെ സേവനവും തങ്ങൾ തേടിയിട്ടില്ല. അതിന്റെ പേരിൽ 1 രൂപ പോലും വീണയ്ക്ക് കൊടുത്തിട്ടുമില്ല, വീണയ്ക്ക് വാങ്ങിയിട്ടുമില്ല. അല്ലാതെ വീണയ്ക്ക് ഈ പണം നൽകിയത് പിണറായി വിജയൻ, വീണയുടെ അച്ഛനായിട്ടുള്ള പിണറായി വിജയനായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് താൻ പണം കൊടുത്തത് എന്നാണ് CMRL MDയുടെ മൊഴി. അത് വരും ദിവസങ്ങളിൽ വീണയ്ക്ക് വലിയ കുരുക്കാകും. മാത്രമല്ല പിണറായി വിജയനും ഈ കേസിലേക്ക് മെല്ലെ വരികയാണ്. കാരണം പിണറായി വിജയനാണല്ലോ ഈ പണം കൊടുത്തത് എന്ന് ശശിധരൻ കർത്തയുടെ മൊഴിയുള്ളത്. അപ്പോൾ പിണറായി വിജയൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശശിധരൻ കർത്തയുടെ പക്കൽ നിന്നും ഈ പണം വാങ്ങി അല്ലെങ്കിൽ മകൾക്ക് കൊടുത്തത്? താൻ വഴിയാണല്ലോ, തന്റെ ബന്ധം വഴിയാണല്ലോ മകൾക്ക് ഈ പണം ലഭിച്ചത്. അപ്പോൾ പിണറായി വിജയന് EDക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വരും ഈ പണം എങ്ങനെയാണ് തന്റെ മകൾക്ക് ലഭിച്ചത്. കാരണം തന്റെ ബന്ധം വഴിയാണ് ഈ പണം മകൾക്ക് ലഭിച്ചത് എന്നുള്ള ആ ശശിധരൻ കർത്തയുടെ മൊഴിയെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള നിലപാട് EDക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ പിണറായി വിജയന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ED ഇപ്പോൾ ചെയ്യുന്നത് വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക. കാരണം വീണയുടെ 2,78,00,000 രൂപ 2017 മുതൽ 2021 വരെയാണല്ലോ ഈ ഇടപാട് നടന്നത്. ആ പണത്തിലെ വ്യക്തത കൈവരുത്തുക ഇപ്പോൾ ശശിധരൻ കർത്ത കൈമലർത്തി. കാരണം ഇങ്ങനെ CMRLുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലെ പണമിടപാട് നടത്തിയിട്ടില്ല എന്ന് ശശിധരൻ കർത്ത കൈമലർത്തിയതോടുകൂടി വീണയ്ക്ക് ഈ 2,78,00,000 രൂപ എന്തിന് ലഭിച്ചു, എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ച് EDക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ടി വരും. കാരണം ഇവിടെ വീണയ്ക്കെതിരായി മറ്റ് നിരവധി
തെളിവുകൾ കൂടി ഇഡിയുടെ പക്കലുണ്ട്. വീണ ആദായ വകുപ്പിന് നൽകിയിട്ടുള്ള മൊഴി ഇഡിയുടെ പക്കൽ അതിന്റെ പകർപ്പുണ്ട്. SFIOക്ക് വീണ നൽകിയ മൊഴി വേറെയാണ്. SFIOയുടെ പക്കൽ നിന്നും 134 രേഖകളുടെ പകർപ്പ് ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു തെളിവ് കൂടി ഇഡിയുടെ പക്കലുണ്ട്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലും അതേപോലെ തന്നെ വീണയുടെ സ്വത്തിന്മേലും നടത്തിയിട്ടുള്ള ഇഡിയുടെ അന്വേഷണം, അവിടുത്തെ 2 വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഡി ശേഖരിച്ചിട്ടുള്ള വീണയുടെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും വീണ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. 80 സെന്റാണ് അവിടെ വീണയ്ക്കുള്ളത്. ആ 80 സെന്റ് എങ്ങനെ ലഭിച്ചു? പൈതൃകമായി കിട്ടിയതാണോ അതോ വാങ്ങിയതാണോ? വാങ്ങിയതാണെങ്കിൽ ആ പണത്തിന്റെ ഉറവിടം എവിടെയാണ്? SFIOക്ക് നൽകിയിട്ടുള്ള മൊഴി വ്യത്യസ്തമാണല്ലോ, ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുള്ള മൊഴി വ്യത്യസ്തമാണല്ലോ, ഇഡിക്ക് നൽകിയിട്ടുള്ള മൊഴി വ്യത്യസ്തമാണല്ലോ. അങ്ങനെ 2,78,00,000 രൂപയുമായി ബന്ധപ്പെട്ട് വീണയുടെ മൊഴികളിലെ വൈരുദ്ധ്യം അത് ഇഡിക്ക് മുന്നിൽ ഇനി തെളിയിക്കേണ്ടതുണ്ട്. അതാണ് വീണയുടെ ആദ്യത്തെ ദൗത്യം. രണ്ടാമതായി CMRLന്റെ അനുബന്ധ കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും 50 ലക്ഷം രൂപ വീണ വായ്പ വാങ്ങിയിട്ടുണ്ട്. ആ വായ്പ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ 4 ലക്ഷം രൂപ മാത്രമേ തിരിച്ചടയ്ക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി പണം എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല? ഈ വായ്പ എന്തിനു വേണ്ടി വാങ്ങി? തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളായിരിക്കും ഇനി അടുത്തതായി വീണയെ സമൻസ് അയച്ചു വരുത്തി ഇഡി ചോദിക്കുമ്പോൾ ഇഡിക്ക് മുൻപാകെ പറയേണ്ടി വരുന്നത്. അങ്ങനെ വീണയ്ക്ക് വലിയ കുരുക്കുകൾ വരുന്നു. ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് പുറമെ വീണയ്ക്ക് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു പങ്കാളിത്ത കമ്പനി കൂടി ഉണ്ട് എന്ന് ഇഡി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അതിന്റെ പങ്കാളികൾ ആരൊക്കെയാണ്? അവരുമായി എങ്ങനെയാണ് വീണ ബന്ധം സ്ഥാപിച്ചത്? തുടങ്ങിയിട്ടുള്ള 100 കൂട്ടം ചോദ്യങ്ങൾക്കാണ് വീണ വരാൻ പോകുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത ചോദ്യം ചെയ്യലിന് മറുപടി നൽകേണ്ടത്. അതുകൊണ്ട് വീണ ആദ്യം കുരുങ്ങി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് കൃത്യമായിട്ടുള്ള മൊഴിയാണ് ശശിധരൻ കർത്തയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പിണറായി വിജയനെ ഒരുപക്ഷെ വീണയുടെ ചോദ്യം ചെയ്യലിന് ശേഷം സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇഡി അവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ തലസ്ഥാനം കലാപ നഗരിയായി മാറിയത്. ഒരുപക്ഷെ വീണയ്ക്ക് ശേഷം ഈ ശശിധരൻ കർത്തയുമായി എന്താണ് ബന്ധം എന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയനെ വിളിച്ചു വരുത്തിയാൽ അതൊരു പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ കലാപമായി മാറാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇഡിയുടെ ഓരോ നീക്കവും വളരെ ശ്രദ്ധാപൂർവമാണ്. എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ഇഡി ചെയ്യുന്നില്ല. ഓരോന്നോരോന്നായി ഇഡി ഇങ്ങനെ പരിശോധിക്കുന്നു. അതിനനുസരിച്ച് വീണയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല, വീണ്ടും സമൻസ് അയച്ചു വരുത്തുന്നു, വീണയോട് ചോദിക്കുന്നു, അതിന് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഉത്തരം കിട്ടുന്നത് വരെ വീണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും വീണയെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇഡിയുടെ നിയമം. കാരണം ഇഡിയെ സംബന്ധിച്ച് ഇഡിയുടെ മുന്നിൽ നൽകുന്ന മൊഴി തെളിവായി എടുത്തുകൊണ്ട് ഇഡിക്ക് അറസ്റ്റ് രേഖപ്പെടുത്താം എന്നുള്ളത് ഇഡിയുടെ ഒരു നിയമമാണ്. അങ്ങനെ വീണയെ ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ പിണറായി വിജയനെ ഏത് സമയത്ത് വേണമെങ്കിലും സമൻസ് അയച്ച് വിളിച്ചു വരുത്തുകയും ചെയ്യാം. അതൊരു പക്ഷേ വലിയ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിലായിരിക്കും അവസാനിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.